ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തികച്ചും നാടനായിട്ടുള്ളൊരു വിഭവമാണ്. ചക്ക കൊണ്ടുള്ളൊരു പുഴുക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ചക്കച്ചുളയെല്ലാം അരിഞ്ഞ് അത് ഞാനിവിടെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചകിണിയെല്ലാം മാറ്റി കുരുവെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു ചക്കയുടെ 1/4 ഭാഗത്തു നിന്നുള്ള ചുളയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്. ദുബായിൽ പച്ച ചക്കയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിനു വേണ്ടി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചക്കയുടെ വേവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും കുറച്ച് വ്യത്യാസം വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഉപ്പൊക്കെ ഇട്ടിരിക്കുന്നത് ചക്കയുടെ എല്ലാ ഭാഗത്തും ഒന്ന് ആകാൻ വേണ്ടി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് പകരം വേണമെങ്കിൽ ഈ വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പാത്രം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചക്കയൊന്ന് വേവുന്ന സമയത്ത് ഇതിൽ ചേർക്കേണ്ട തേങ്ങയും മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 4 ചുവന്നുള്ളി, പിന്നെ ഒരു വലിയ വെളുത്തുള്ളി, ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 1-2 എടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ചിലരൊന്നും ഇതിൽ ചക്കപ്പുഴുക്കിൽ കുരുമുളക് പൊടി ചേർക്കാറില്ല. പക്ഷെ ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ഒതുക്കിയെടുക്കണം. ചക്കയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ നടുഭാഗത്തു നിന്ന് അല്പം ഒന്ന് മാറ്റി കൊടുക്കാം ചക്ക. ഇനി ഇതിലോട്ട് ആ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി പാത്രം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടെ ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ആവി കയറട്ടെ. അരപ്പെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ഇപ്പോൾ ആ അരപ്പും ചക്കയെല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ചക്കയെല്ലാം നന്നായിട്ട് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ചിലർ താളിച്ചൊക്കെ ചേർക്കാറുണ്ട് ചക്ക അവസാനം. പക്ഷെ ഞാനിവിടെ താളിക്കുന്നൊന്നുമില്ല. ഇനി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മീൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ കോമ്പിനേഷനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.